ഞാനിപ്പോ എന്താണ് ഫേസ്ബുക്കിലും കൂടെ ലൈവ് പോവുകയാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന ടൈറ്റിൽ തന്നെ ഡു യു വോണ്ട് ടു ബിക്കം എ വോളണ്ടിയർ അറ്റ് ദ ഫുട്ബോൾ വേൾഡ് കപ്പ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇനിയിപ്പോ ആ ഒരു ഫുട്ബോൾ ഫീവർ കയറി കഴിഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ പല സജ്ജീകരണങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്നാലും നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പറ്റുവാണെങ്കിൽ ഒന്ന് ഖത്തറിൽ പോയി അതൊന്ന് ലൈവായിട്ടൊന്ന് കാണണം എന്നുള്ളത്. ടിക്കറ്റ് കിട്ടാനില്ല ഒന്ന്, ഇനി അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പൈസ കൊടുക്കണം എന്നുള്ളത് 2, അവിടെ താമസിക്കാനുള്ള ചെലവ് 3. ഇതൊന്നുമില്ലാതെ ഫിഫയുടെ ചെലവിൽ പോയി ഫുട്ബോൾ മത്സരങ്ങൾ 1 അല്ല 3 ലോകകപ്പ് കണ്ടു കഴിഞ്ഞിട്ട് തഴക്കവും വഴക്കവുമുള്ള ഒരാളാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് PK നൗഷാദ് ആണ്. അപ്പോ PK നൗഷാദ് ഇതേപോലെ തന്നെ വേൾഡ് കപ്പിൽ ഒരു വോളണ്ടിയർ ആയിട്ട് പോയി ഈ കളിയുടെ ഒരു ആരവമൊക്കെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരാളാണ്. 2010 വേൾഡ് കപ്പ് അത് സ്പെയിൻ ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ, അത് കഴിഞ്ഞിട്ട് 2014 വേൾഡ് കപ്പ് ബ്രസീലില്, 2018 വേൾഡ് കപ്പ് റഷ്യയില്, ഈ 3 വിജയകരമായി പൂർത്തിയാക്കി അടുത്ത വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ബാഗ് സജ്ജീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശ്രീ നൗഷാദ് നമ്മളോടൊപ്പം വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ചോദിക്കാറുള്ളത്, നിങ്ങൾ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? കളിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി അടുത്തിരുന്നോളൂ. കുറച്ചും കൂടി അടുത്ത് വന്നു കഴിഞ്ഞാൽ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. എപ്പോ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കളിച്ചതാണ്. എന്നാലും അങ്ങനെ വലിയ കളിക്കാരനൊന്നും അല്ല. മനസ്സിലായി. അതായത് ടീമിൽ 11 പേര് തികയാത്ത സമയത്ത് നൗഷാദ് കൂടി വന്നോളൂ, കയറി ഇരുന്നോളൂ, ആ രീതിയിലാണ്. അപ്പോൾ എങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോൾ എനിക്കും ആയിക്കൊക്കെ ഈ ഫുട്ബോൾ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് വോളണ്ടിയർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും? അതിന് ആരെയാണ് കാണേണ്ടത്? എവിടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? തീർച്ചയായിട്ടും ഈ ഫിഫ ഒരു ശരിക്കും ലോകത്തിലൊരു അലിഖിതമായ ഭരണഘടന, അതായത് ഒരു രാജ്യം അല്ലെങ്കിൽ കൂടി ഫിഫയാണ് പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫിഫയുടെ ഒരു ഏറ്റവും വലിയൊരു മാൻഡേറ്റ് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഓപ്പൺ ടു ഓൾ ആയിട്ട് നമുക്ക് വളണ്ടിയർ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റും. ഈ അപേക്ഷ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിനു ശേഷം അവർ ഇന്റർവ്യൂവിന് ക്ഷണിക്കും. ഇന്റർവ്യൂ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവരെന്ത് ചെയ്യും, അവർക്ക് ആവശ്യമുള്ള ജോലിക്ക് ഓപ്പറേഷൻസിൽ നമ്മളെ നിയമിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് എവിടുന്നാണ് ഇത് കേട്ടത്? എങ്ങനെയാണ് അപേക്ഷിക്കുന്നത്? ഇതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് 2009 ഞാൻ ദുബായിൽ വന്നപ്പോ എന്റെ ഒരു ഫ്രണ്ട് ആണ്. എനിക്ക് തോന്നി, കാരണം ലോകത്തിലേക്കുള്ള വിൻഡോ എപ്പോഴും 2009 വന്നപ്പോ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ സൗത്ത് ആഫ്രിക്കയിലാണ് അടുത്ത വർഷത്തെ വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പൊ അതില് വളണ്ടിയേഴ്സിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നെറ്റിൽ കണ്ടു. ആ സമയത്തൊക്കെ നെറ്റൊക്കെ ഉപയോഗിക്കുന്ന ആൾക്ക് വളരെ കുറവാണല്ലോ. സ്വാഭാവികമായിട്ട് ഇവന് ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ നെറ്റ് ആക്സസിലുള്ള ഓഫീസിൽ എത്തിയപ്പോ തമാശക്ക് എന്നോട് പറഞ്ഞു, നീ കൂടി അപ്ലൈ ചെയ്തോ? അപ്പൊ അവനും അപ്ലൈ ചെയ്തു, ഞാനും അപ്ലൈ ചെയ്തു. അപ്പൊ കഷ്ടത്തിന് എന്താ, അവനക്ക് ചിലപ്പോൾ പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് വന്ന കോൾ ലെറ്റർ ഞാൻ ഡയറക്റ്റ് ബോംബെയിലുള്ള സൗത്ത് ആഫ്രിക്കൻ കോൺസുലേറ്റിൽ പോയി അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു പ്രൊഫൈൽ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അവരൊന്ന് ചെക്ക് ചെയ്യാണ് നമ്മളതൊക്കെ ഏബിൾ ആണോ എന്നുള്ള രീതിയിൽ. നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ അധ്യാപകനാണെന്നല്ലോ? അതെ അതെ അതെ. സബ്ജക്ട് ഏതാണ്? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണോ? അല്ല, ഞാൻ ഇംഗ്ലീഷ് ആണ്. പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് സാറാണ്. അപ്പോ ഇംഗ്ലീഷുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഇംഗ്ലീഷിലായതുകൊണ്ട് തന്നെ എനിക്ക് ആൻസർ പറയാൻ പറ്റി. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കളിയെ കുറിച്ചല്ല അവർ ചോദിക്കുന്നത്. ശരിക്കും ഇതിന്റെ പിന്നിൽ നമ്മൾ സംഘാടകനാകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു രാജ്യത്ത് വേറൊരു രാജ്യമാണ്, അപ്പൊ വേറൊരു രാജ്യത്തുള്ള ഒരു അതിഥിയായിട്ട് നമ്മൾ അവർ കാണുന്നത്. അപ്പൊ നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നമ്മളുടെ ഒരു പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രിയിലുള്ള ഒരാള് അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ കുറിച്ച് ഒരു ലാംഗ്വേജ് സപ്പോർട്ടറായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇവന് മലയാളികളോ അല്ലെങ്കിൽ ഹിന്ദിക്കാരൊന്നും അധികം അല്ലാത്ത വേൾഡ് കപ്പ് ആയതുകൊണ്ട് തന്നെ ആ പണികളൊക്കെ കുറവായിരുന്നു. പക്ഷെ മീഡിയ പേഴ്സൺസ് ഒരുപാട് പേര് വന്നിരുന്നു, ഇന്ത്യയിലുള്ള ഒരുപാട് ആൾക്കാർ. അവർക്കൊക്കെ ഒരു വഴികാട്ടി. അവിടെ റോൾ എന്തായിരുന്നു? അപ്പൊ സൗത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പിൽ നിങ്ങളുടെ റോൾ എന്തായിരുന്നു? മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനിലായിരുന്നു. അപ്പൊ ഈ ഹോൾ ഡ്യൂറേഷനിലും അവിടെ നമ്മൾ നിൽക്കണം. അതായത് ഞാൻ പോയത് ഏകദേശം തുടങ്ങുന്നതിന്റെ ഒരു ദിവസം മുന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഫൈനൽ കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് തിരിച്ചു വന്നത്. ഓ, അതുവരെ അവര് നമ്മളെ ഫുൾ നോക്കിക്കോളും. അവര് അക്കോമഡേഷൻ തരും, ഭക്ഷണം തരും, എല്ലാം തരും. ഈ പെർഫോമൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് അന്ന് ഈ സൗത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പില് അവിടെ ആരാണ് ചാമ്പ്യന്മാരായിരുന്നത്? അന്ന് സ്പെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ആ ഒരു വേൾഡ് കപ്പിൽ ഇപ്പൊ ഈ കളികളെല്ലാം നേരിട്ട് കാണാൻ പറ്റും. അതെ. ഞാനുള്ള സോക്കർ സിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേഡിയത്തിലായിരുന്നു. അവിടെയായിരുന്നു ശരിക്കും മെയിൻ സ്റ്റേഡിയം. അത് ജോഹന്നാസ്ബർഗിലുള്ള സോക്കർ സിറ്റി സ്റ്റേഡിയത്തിലാണ് ഇതിന്റെ എല്ലാ അറ്റ്ലീസ്റ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവിടെ നിന്നാണ്.
അപ്പൊ അവിടെ നടന്ന മത്സരങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഒരു മാജിക് മൊമെന്റ് ഏതാണ് ആ വേൾഡ് കപ്പില്? അത് ഞാൻ പിന്നെ പലപ്പോഴും ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ ആ പുസ്തകത്തിന്റെ അത് പറയാൻ മറന്നുപോയി. ഷാർജ ബുക്ക് ഫെയറിൽ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നുണ്ടല്ലേ? എന്താണ് പുസ്തകത്തിന്റെ പേര്? അതായത് കാൽപന്തിനൊപ്പം ഭൂഖണ്ഡങ്ങളിലൂടെ എന്നുള്ളതാണ് എന്റെ പുസ്തകം. ശരിയല്ലേ? ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, റഷ്യ, ഇനിയിപ്പോ മിഡിൽ ഈസ്റ്റ്, കാൽപന്തിനൊപ്പം ഭൂഖണ്ഡങ്ങൾ കറങ്ങുകയാണ്. ആ പുസ്തകം പ്രകാശനം കഴിഞ്ഞു. ഓക്കെ, അത് ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ആ മാജിക്കൽ മൊമെന്റിലേക്ക് വരാം. അപ്പൊ നമ്മൾ അന്ന് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്, നമ്മളൊക്കെ ആ പ്രായത്തിൽ ആരാധിക്കുന്ന ഒരു കളിക്കാരൻ എന്ന് പറയുന്നത് മറഡോണ ആയിരുന്നു. അർജന്റീനയുടെ കോച്ചായിരുന്നു. അപ്പൊ അർജന്റീനയുടെ മത്സരം നടക്കുന്ന സമയത്ത് മറഡോണ പിന്നെ ഗ്രൗണ്ടിലേക്ക് വരുന്ന ഒരു മൊമെന്റ് ഒരു ശരിക്കും കളിക്കാർ വരുമ്പോഴുള്ള അതിനേക്കാൾ കൂടുതൽ ആളുകൾ സ്വീകരിച്ചത്. കാരണം ലോകത്തിൽ എല്ലാവർക്കും മറഡോണ അറിയാം. ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും മറഡോണ. അപ്പൊ അങ്ങനെ മറഡോണയുടെ ആ ഒരു മൊമെന്റ് ആണ് എനിക്ക് എപ്പോഴും എന്റെ മനസ്സിലുള്ളത്. അടുത്ത് കാണാൻ പറ്റിയോ മറഡോണ? പിന്നെ കാണാൻ പറ്റി. എല്ലാ പ്ലേയേഴ്സും അടുത്ത് കാണാൻ പറ്റും. പക്ഷെ ഫോട്ടോ ഒന്നും എടുക്കാനുള്ള ആക്സസിബിലിറ്റി ഇല്ലായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. പിന്നെ മാത്രമല്ല ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ ലിസണേഴ്സിന് ഉള്ളൊരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളിത് പറഞ്ഞു എങ്ങനെയാണ് ആ വോളണ്ടിയർ ആകുക എന്നൊക്കെ ഉള്ളത്. പക്ഷെ എന്നാലും അപ്ലൈ ചെയ്യേണ്ടതും അതിനുള്ളൊരു ഡേറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഈ ഖത്തർ വേൾഡ് കപ്പിനുള്ള വോളണ്ടിയേഴ്സ് ഓൾറെഡി വോളണ്ടിയേഴ്സിനൊക്കെ അവര് ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഖത്തറിലുള്ള ഒരു ഏറ്റവും വലിയ ഒരു ഗുണം ഞാൻ മനസ്സിലാക്കിയത്, കഴിഞ്ഞ 2 മാസം വരെ അതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത്രയും പിന്നെ സമയം കൊടുത്തിരുന്നു ആളുകൾക്ക്. ഓക്കെ. അപ്പം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഷോർട്ട് ലിസ്റ്റഡ് ആണ്. ഞാൻ രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് എനിക്ക് ഈ സ്പെക്ടേറ്റർ സർവീസിൽ ഒരു കോർഡിനേറ്ററിനുള്ള ഒരു അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിപ്പോ ഞാൻ 18-ാം തീയതിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അവർ വിളിക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തെ പോകും. അല്ല, നമ്മൾ ഇപ്പൊ സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞു, ഇനി നേരെ അത് കഴിഞ്ഞിട്ട് അടുത്ത വേൾഡ് കപ്പിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി ആയിരുന്നു, അതോ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പ്രൊസീജിയറിലൂടെ കടന്നു വീണ്ടും ബ്രസീലാണ് നടക്കുന്നത്? അല്ല, ഒരു കാര്യം വിട്ടുപോയി. ഈ സൗത്ത് ആഫ്രിക്കയിൽ പോയ സമയത്ത് നിങ്ങളുടെ ടിക്കറ്റിന്റെ ഫെയർ, അവിടെ താമസിക്കാനുള്ള ഭക്ഷണം, ഫെയർ എന്ന് പറയുന്നത് അന്ന് എനിക്ക് തോന്നുന്നത് ഒരു 52,000 രൂപ. അല്ല, ഈ ടോട്ടൽ ചെലവ് നമുക്കൊരു സ്റ്റിപ്പൻഡ് എന്ന് പറഞ്ഞിട്ട് അവർ ബാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, തിരിച്ചു തന്നു അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രസീലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്തു ഇതുപോലെ തന്നെ ഇന്റർനെറ്റ് ഓൺലൈനിൽ ചെയ്തു. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ഷൻ ഉറപ്പാണോ? അങ്ങനെയില്ല. കാരണം നമ്മൾ വീണ്ടും അവര് നമ്മളെ കുറിച്ചിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, ഇന്റർവ്യൂവിന് പറ്റിയ ആളാ നോക്കും. ഇന്റർവ്യൂ ഓൺലൈനിലായിരുന്നു. അപ്പോൾ ഓൺലൈൻ ഇന്റർവ്യൂവിൽ പാസ്സായ ശേഷം മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ. അപ്പൊ ഈ എത്ര പേരുണ്ടായിരുന്നു ഇവിടുത്തെ സൗത്ത് ആഫ്രിക്കയിലേക്ക് വോളണ്ടിയേഴ്സ് ആയിട്ട്? സൗത്ത് ആഫ്രിക്കയിൽ എനിക്ക് തോന്നുന്നത് 4 പേരുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന്. കേരളത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അവിടെ സൗത്ത് ആഫ്രിക്കയിൽ ടോട്ടൽ വോളണ്ടിയർ ടീമിൽ എത്ര പേര്? 700 പേരിന്റെ അടുത്തുണ്ടായിരുന്നു. ഓക്കെ. ഈ 700 തന്നെയാണോ ബ്രസീൽ ഉണ്ടായിരുന്നത്? ഇവര് തന്നെയായിരുന്നു? അല്ല, ഈ ടീമല്ല, അത് വേറെ തന്നെ ടീം. ലാറ്റിൻ അമേരിക്കയിലെ വേറെ, ലോകത്തിന്റെ വേറൊരു ഭാഗത്താണുള്ളത്. സ്വാഭാവികമായിട്ടും ആഫ്രിക്കയിൽ നടന്ന അതിൽ ഉള്ള ആൾക്കാരുണ്ട്, പരിചിത മുഖങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡ് കപ്പ് ആയിരുന്നു ബ്രസീൽ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അവിടെയും ഇതുപോലെ തന്നെ പുതിയൊരു 700 പേര്, ഇവരെല്ലാം ഒരു പുതിയ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 2 ഫാമിലി ഓൾറെഡി ആയി കഴിഞ്ഞു, ഒരു സൗത്ത് ആഫ്രിക്കൻ ഫാമിലി, ഒരു ബ്രസീലിയൻ ഫാമിലി. ഈ ബ്രസീലിൽ എങ്ങനെയായിരുന്നു വേൾഡ് കപ്പിന്റെ ഒരു മാജിക് മൊമെന്റോ അതല്ലെങ്കിൽ ആ ഒരു ഓർത്തു വെക്കാവുന്ന? ബ്രസീൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മലയാളികൾ ഉപയോഗിക്കുന്ന കുറെ വാക്കുകൾ പോർച്ചുഗീസിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തമാശയാണ്. മേശ, കസേല പറയുമ്പോൾ നമ്മളിങ്ങനെ ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ മേശ ആ ഒരു ടേംസ് ഒക്കെ കംപ്ലീറ്റ് നമ്മൾ അവരുടെ അടുത്ത് കടമെടുത്താണ്. അപ്പോ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കണക്ഷൻ ഉണ്ട്. പിന്നെ ഭൂപ്രകൃതി ഏകദേശം കേരളത്തിന്റെ ഒക്കെ ഒരു സ്ഥലമായിരുന്നു. അത് കഴിഞ്ഞ് ബ്രസീൽ കഴിഞ്ഞും തിരിച്ചു വന്നു. അതെ. അപ്പം ആ സമയത്തെല്ലാം ഈ നാട്ടിലുള്ള പത്രങ്ങൾക്കും ചാനലുകൾക്കും കൊടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും റഷ്യയിലേക്ക് എങ്ങനെ സെലക്ഷൻ കിട്ടി? റഷ്യയിലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിന്റെ ഒരു വർഷം മുന്നെയാണ് അവർ കോൾ ഫോർ. ഇതെല്ലാം നിങ്ങൾ അറിയുന്നത്, ഞങ്ങളിപ്പോ ഈ ന്യൂസിലുള്ള നമ്മൾ പോലും അറിയുന്നില്ലല്ലോ. ഫിഫയുടെ സൈറ്റിൽ ഓൾറെഡി ഇത് അനൗൺസ് ചെയ്യും. അതായത് അവരുടെ കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ കരിയേഴ്സിൽ എന്തായാലും അവരുടെ ആവശ്യമുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാവും. ഇത് എന്താണെന്നറിയോ ഫസ്റ്റില്, എപ്പോഴും ഈ തേടുന്നതിലാണ് കാര്യം. കാരണം നമ്മൾ തേടി പോകുമ്പോഴാണ് നമ്മൾ അതിലേക്ക് എത്തിപ്പെടുന്നത്. നമ്മളാരും തേടാറില്ല, നമ്മളിവിടെ ന്യൂസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇനി വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഇനിയിപ്പം ഇത് കഴിഞ്ഞാൽ ഖത്തർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത വേൾഡ് കപ്പ് എവിടെയാണ്? ഇനി ഖത്തർ 2026 ഇനിയിപ്പോ അമേരിക്കയിലാണ്. ഓക്കെ. അപ്പം അതിന്റെ ഒരു വർഷം മുമ്പ് ഫിഫയുടെ വെബ്സൈറ്റ് ഡെയിലി നോക്കിക്കൊണ്ടിരിക്കും അല്ലേ? അതിൽ പോവുക, കരിയേഴ്സ് നോക്കുക. അടുത്ത വേൾഡ് കപ്പിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും മിക്കവാറും. അങ്ങനെ എന്നിട്ട് ഈ വെബ്സൈറ്റിൽ ഫിഫയുടെ വെബ്സൈറ്റിൽ പോയി കരിയറിൽ പോയി നമ്മുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് അവർ വീണ്ടും റഷ്യയിലേക്ക് നിങ്ങളെ വിളിച്ചു.
സമ്മതിക്കണം. ഇത് അവിടെ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരോ ഏതോ നല്ല ബന്ധമുള്ള ആളുണ്ട്. ശരിയാണ്. അല്ല, അപ്പൊ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ്? ഈസ് ഇറ്റ് ഓൾമോസ്റ്റ് സിമിലർ അതോ സ്ട്രിക്ട്ലി ഫുട്ബോൾ കാണുക എന്നുള്ള ആവേശത്തിൽ നമ്മൾ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഫ്ലോപ്പ് ആവും. കാരണം അവർ നോക്കുന്നത് ഈ ഹ്യൂമൻ വാല്യൂസ്, യൂണിവേഴ്സൽ വാല്യൂസ്, സന്നദ്ധതയാണ് നോക്കുന്നത്. ഓ മേ ബി നമ്മൾ അംബാസിഡേഴ്സ് ആയിട്ടാണ് അവർ കാണുന്നത്. അപ്പൊ എന്താണ് നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ ഒരു എലിമെന്റ് അവിടെ എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതായിരിക്കും അല്ലേ? അത് മാത്രമല്ല, അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെഫാണോ നോക്കും. ഞാൻ കളി കാണുക എന്നുള്ള ആഗ്രഹത്തിൽ മാത്രം പോകുമ്പോൾ എന്റെ ശ്രദ്ധ കംപ്ലീറ്റ് എന്തിലായിരിക്കും? കളിയിലായിരിക്കും. അപ്പൊ അതിന്റെ ബിഹൈൻഡ് ദ കേർട്ടൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. ഓർഗനൈസിംഗ് പാർട്ടിൽ 1-2 ആൾക്കാർ മാത്രം വിചാരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു വലിയ ഗ്രൂപ്പാണ്. അപ്പൊ ആ ഒരു ടീമിൽ നമ്മൾ പറ്റുമോ എന്നുള്ളതാണ് അവരാകെ നോക്കുന്നത്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അതുമായി ബേസ് ചെയ്താണ്. ഈ 3 വേൾഡ് കപ്പ് കഴിഞ്ഞല്ലോ, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, റഷ്യ. ഇതിൽ ഏറ്റവും നല്ലൊരു സംഘാടകം, ഒരു ഓർഗനൈസിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള വേൾഡ് കപ്പ് റഷ്യയാണ് ഏറ്റവും നല്ല വേൾഡ് കപ്പാണ്. ഒന്ന് അതിലൊരു ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയല്ലോ, ടെക്നോളജിയൊക്കെ അഡ്വാൻസ്ഡ് ആയതിന്റെ ഒരു മെച്ചം ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അവർ ഇറക്കിയ ഒരു സംഭവമാണ് ഫാൻ കാർഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഹയ കാർഡ്. അതെ, അതിന്റെ ചുവട് പിടിച്ചിട്ടാണ് ഇപ്പം ഹയ കാർഡ് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ആ ഫാൻ കാർഡ് ഉള്ള ഒരാൾക്ക് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റും വിതൗട്ട് വിസ. അതുകൊണ്ട് തന്നെ എത്രയോ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ 3 വേൾഡ് കപ്പിൽ, ആദ്യത്തെ വേൾഡ് കപ്പിൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. എല്ലാ വേൾഡ് കപ്പിലും ഇത് തന്നെയായിരുന്നു നിങ്ങളുടെ റോൾ? രണ്ടാമത്തെ ബ്രസീലില് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന്റെ ഇടയിലാണ് എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അതായത് നിങ്ങൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയല്ലോ. യൂത്ത് വളണ്ടിയർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കളി തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ചെറിയ കുട്ടികൾ ഇങ്ങനെ ഈ പ്ലേസ് ആ ചെറിയ മക്കൾക്ക് നമ്മൾ ട്രെയിൻ ചെയ്യണം. പല ഭാഷക്കാരാണ്. അതെ, ഒരാഴ്ച മുന്നേ നമ്മൾ അവർക്ക് നല്ല ചെറിയ ചെറിയ ബോളൊക്കെ കൊടുത്ത് മുട്ടയൊക്കെ കൊടുത്തിട്ട് നൗഷാദിന് ഇതിനൊരു ട്രെയിനിങ് തന്നിട്ടുണ്ടോ? നമുക്ക് ഓൾറെഡി ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതെ, വലിയൊരു ഏകദേശം നമുക്കൊരു വലിയൊരു ബുക്കാണ്. ആ ബുക്കിൽ ഈ പറഞ്ഞ കേൾക്കാത്ത പിള്ളേരുണ്ടാവും ഈ കൂട്ടത്തില്. കുട്ടികളെപ്പോഴും കുട്ടികളാണല്ലോ. ഞാനൊരു മാഷായതുകൊണ്ട് സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് ഉണ്ടല്ലോ. ആരും കാണാത്ത സമയത്ത് ഭാഷ ക്യാമറ ഒന്നും ഇല്ലാതെ സ്വഭാവം അങ്ങനെ പിള്ളേരെ ട്രെയിൻ ചെയ്ത് അതായിരുന്നു അവിടുത്തെ റോള്. റഷ്യയിലേക്ക് വരുമ്പോൾ വീണ്ടും മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോർഡിനേറ്റർ ആയിരുന്നു. അപ്പൊ ഈ ഇവിടേക്ക് ഈ 3 വേൾഡ് കപ്പിലും കണ്ട ഏതെങ്കിലും പരിചിത മലയാളി മുഖങ്ങളുണ്ടോ? 3 വേൾഡ് കപ്പിലും അങ്ങനെ വിജയൻ വന്നിരുന്നല്ലോ. വിജയനും ടീമുണ്ട്. വിജയനും ടീമും അത് എല്ലാ വേൾഡ് കപ്പിലും അവരുണ്ട്. സ്ഥിരമായിട്ട് അവരുടെ. ഇനി നമ്മൾ ഖത്തറിലേക്ക് പോവാണ്. അപ്പൊ ഖത്തറിലും ഇതുപോലെയൊക്കെ തന്നെ ഏതെങ്കിലും റോളുകളായിരിക്കും പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ ഒരു വേൾഡ് കപ്പ് ഈ 3 നേരിൽ കണ്ട ഒരു ആളെന്ന നിലയ്ക്ക് ഇനി ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഏത് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു ജേഴ്സി ഇട്ടതിന്റെ പേരിൽ കുരിശ് തറച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. നിങ്ങൾ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? കളിനെയാണ് സ്നേഹിക്കുന്നത്. എന്തുകൊണ്ട് ഫിഫ ഇങ്ങനെയാണ് ഇന്റർവ്യൂവിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറയേണ്ടത്, അവിടെ ഇവിടെ ഒന്നും തൊടാതെ. കാരണം ഫിഫ നോക്കുന്ന സമയത്ത് പുള്ളിയാക്കാരൻ ഫ്രാൻസ് പറഞ്ഞാലേ ആള് ഫ്രാൻസിന്റെ സപ്പോർട്ടറാണ്, ഇനി അടുത്തത് അവിടെ വേണ്ടെന്ന് പറയല്ലോ. ഞാൻ ഫുട്ബോളിന്റെ മാത്രം സ്നേഹിക്കുന്നു. അടിപൊളി. അപ്പൊ അത് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു വോളണ്ടിയറിന്റെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എന്തായാലും ഇനി ഒരുപാട് മലയാളികൾ അപ്ലൈ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഈ വർഷം എനിക്ക് തോന്നുന്നത് ഖത്തറിൽ ഭൂരിഭാഗവും മലയാളികൾ തന്നെയാണ്. സ്വാഭാവികമായിട്ടും അവിടെ താമസിക്കുന്നത് കൂടുതൽ പേരാണ്, ആൾക്കാർ മലയാളികളാണ്. ട്രെയിനേഴ്സ് പോലും മലയാളീസാണ്. പയനിയർ വളണ്ടിയേഴ്സ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പൊ ദുബായിൽ ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതിലും മലയാളികൾ ഒരു പക്ഷേ വോളണ്ടിയർ ലിസ്റ്റിൽ പെട്ടവരുണ്ടാവും. ഉണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ മിസ്റ്റർ നൗഷാദ് ഉണ്ട്. ഈ വീഡിയോയ്ക്ക് അടിയിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ നൗഷാദ് തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം മറുപടി അയക്കുന്നതായിരിക്കും. വളരെയധികം സന്തോഷമുണ്ട് സംസാരിക്കാൻ പറ്റിയതിൽ. കാരണം എനിക്ക് തോന്നുന്നു ഒരു 3 ഫുട്ബോൾ ലോകകപ്പിലൂടെ കണ്ട് ഒരു അനുഭവിച്ച പ്രതീതിയാണ്. അതെ അതെ സത്യം. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ പുസ്തകം വേണേലും നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പൊ അതിനകത്തും ഈ ഒരു ഹോൾ യാത്ര തന്നെയാണല്ലേ പറഞ്ഞിരിക്കുന്നത്, ഓരോ അനുഭവങ്ങൾ എന്താണ് രാജ്യങ്ങളിലൂടെയുള്ള യാത്രയാണ്. ഇപ്പോഴും എനിക്കൊരു ചോദ്യം ബാക്കിയുണ്ട്. നിങ്ങൾ 2 പേരാണ് അപ്ലൈ ചെയ്തത് 2009. ഒരാളെ സെലക്ട് ചെയ്ത് ഒരാളെ സെലക്ട് ചെയ്തില്ല. പുള്ളി ഇന്റർവ്യൂവിന് പങ്കെടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പുള്ളിക്ക് വന്നിരുന്നു. അപ്പൊ പുള്ളി അതിൽ പോകാൻ പറ്റി. കാരണം ഇതൊരു പാഷനാണല്ലോ. നമ്മള് ഒന്നിന്റെ പിറകെ പോയാൽ കിട്ടും തോന്നുമ്പോഴാണ് നമുക്കത് ആവേശം ഉണ്ടാവുക. കിട്ടുന്നത് വരെ ഈ എല്ലാ 4 വർഷവും ഇതേപോലെ ലീവ് എടുത്ത് ഒരു മാസം എന്തായാലും ലീവ് എടുക്കണം. അപ്പൊ ആനുവൽ ലീവ് അതിനു വേണ്ടി അങ്ങ് മാറ്റി വെച്ചിരിക്കുന്നത്. മാത്രമല്ല നമ്മളിങ്ങനെ എന്താ പറയാ, ഇതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടല്ലോ. പറയുന്ന അത്ര എളുപ്പമല്ല. പുറമെ കാണുന്ന ആ ഒരു ഗ്ലാമർ അല്ലല്ലോ അകത്തേക്ക് കയറുമ്പോ. ഇതിലെനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് വെച്ചാൽ 2014 ഞാൻ ബ്രസീൽ വേൾഡ് കപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ നാട്ടിലൊരു വലിയ മാമാങ്കം നടക്കുന്നത്, ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് അപ്പൊ അതിൽ കൊച്ചിയിലെ വെന്യൂ മാനേജർ ഞാനായിരുന്നു. കാരണം
അത് ഇത് ഈ തന്നെയാണ്. ഒരു Strictly- ഇതിന്റെ എക്സ്പീരിയൻസ് അതെ, അതെ, എന്തായാലും അതെ. ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകൾ കുറവാണല്ലോ. correct. സ്വാഭാവികമായിട്ടും റിലയൻസ് ഗ്രൂപ്പ് നടത്തുന്ന ഒരു വലിയ മാമാങ്കാണ് നാട്ടിലുള്ളത്. അതെ. അപ്പൊ കൊച്ചി വെന്യൂടെ മുഴുവൻ ഇൻചാർജ് അതെ, ആ സമയത്ത് See, എനിക്ക് അതുകൊണ്ട് തന്നെ ടെണ്ടുൽക്കറായിട്ട് നേരിട്ട് സംസാരിക്കാനും എന്റെ DP ഇപ്പം ടെണ്ടുൽക്കറാണ്. അടിപൊളി. അല്ല, അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഷ് എന്ന ലെവലില് ഒരു ടീച്ചർ എന്നുള്ള ലെവലില് കുട്ടികളുടെ ഒരു സൈക്കി കുറെയൊക്കെ പിടികിട്ടും. പക്ഷെ ഇതുപോലെ ഓർഗനൈസിംഗ് കമ്മിറ്റീസിൽ നിൽക്കുമ്പോൾ നമ്മൾ എത്ര പേരെയാണ് മാനേജ് ചെയ്യുന്നത് അല്ലേ? അതായത് വലിയ സെലിബ്രിറ്റീസിനെ വരെയും പ്ലീസ് ഒന്ന് മാറി നിൽക്കൂ എന്ന് പറയേണ്ട ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു വഴക്കവും ഒക്കെ ഉണ്ടാവണമല്ലോ. അപ്പൊ എന്തായാലും കറക്റ്റ്. അതെ 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 അതെ. എന്തായാലും വളരെ സന്തോഷം നൗഷാദ്. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോ ഈ പ്രാവശ്യത്തെ ഖത്തർ വേൾഡ് കപ്പിൽ നൗഷാദിനെ എന്തായാലും കാണാൻ സാധിക്കട്ടെ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൗഷാദിന്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷാർജ ബുക്ക് ഫെയറിൽ. അപ്പോൾ ഷാർജ ബുക്ക് ഫെയറിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പുസ്തകം വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത വേൾഡ് കപ്പിലേക്ക് ആ മീഡിയ പോസ്റ്റിലേക്ക് ആരും അപേക്ഷിക്കരുത്. മറ്റു ധാരാളം പോസ്റ്റുകളുണ്ട്. മീഡിയ പോസ്റ്റിലേക്ക് ഒരാൾ റെഡിയാണ്.